നിമിഷങ്ങൾ കഴിയുന്തോറും ഭൂമിയിൽ മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതിനനുസരിച്ച് വിഭവങ്ങൾ കുറയുകയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൂടുകയും ചെയ്യുന്നു. ജനസംഖ്യാ വർധനയ്ക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യം വെച്ച് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി നാം ആചരിച്ചു വരുന്നു. എല്ലാ വർഷവും ലോക ജനസംഖ്യാ ദിനം ഒരു പ്രമേയം മുൻനിർത്തിയാണ്. ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം നീതിയും പ്രതീക്ഷയുമുള്ള ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ജനസംഖ്യ വളർച്ച സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ലോക ജനസംഖ്യ 500 കോടി കടന്ന ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കണം എന്ന ആശയം മുന്നോട്ട് വച്ചത് മലയാളിയായ ഡോക്ടർ കെ സി സക്കറിയയാണ്. 1989 ഐക്യരാഷ്ട്ര വികസന സമിതിയുടെ ഭരണസമിതിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കണം എന്ന ആശയം അംഗീകരിച്ചത്. 1990 ജൂലൈ 11 90-ലധികം രാജ്യങ്ങൾ ആദ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ UNFPA ആണ് ദിനാചരണവുമായി ബന്ധപ്പെട്ട വിവിധ രാജ്യങ്ങൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനസംഖ്യാ വർധന ഇന്ന് ദ്രുതഗതിയിലാണ്. അതിനനുസരിച്ച് ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. ഈ ആവശ്യങ്ങൾ ഓരോ രാജ്യത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മനുഷ്യരുടെ എണ്ണത്തിന് ആനുപാതികമായി വിഭവങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. ജനപ്പെരുപ്പത്തിന്റെയും പട്ടിണിയുടെയും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരിൽ ഭൂരിഭാഗവും ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പാവപ്പെട്ടവരായിരിക്കും. ഭക്ഷ്യദൗർബല്യവും പോഷകാഹാരക്കുറവും നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ജനപ്പെരുപ്പത്താൽ ഉണ്ടാകുന്ന വിപത്തുകളാണ്. ലോക ജനസംഖ്യ 100 കോടിയായി വളരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തു. പിന്നീട് ഏകദേശം 200 വർഷത്തിനുള്ളിൽ അത് 7 ഇരട്ടിയായി വളർന്നു. 2011 ആഗോള ജനസംഖ്യ 700 കോടിയിലെത്തി. 2021 ഇത് ഏകദേശം 800 കോടിയാണ്. 2030 ഇത് ഏകദേശം 850 കോടിയിലേക്കും 2050 970 കോടിയിലേക്കും 2100 1090 കോടിയിലേക്കും വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനസംഖ്യാ വർധന സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ജനപ്പെരുപ്പം തടയാനുള്ള പ്രധാന മാർഗം. മാത്രമല്ല, ജനസംഖ്യാ നിയന്ത്രണം രാജ്യത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക വഴി അവരുടെ സാമൂഹിക പദവി ഉയർത്തൽ, ചെറിയ പ്രായത്തിലുള്ള വിവാഹം അവസാനിപ്പിക്കൽ, ജനസംഖ്യാ വിദ്യാഭ്യാസം ശരിയായ വിധം നടപ്പാക്കൽ എന്നിവ ജനസംഖ്യാ നിയന്ത്രണത്തിന് സഹായകരമായ മാർഗങ്ങളാണ്. കുറഞ്ഞത് കഴിഞ്ഞ 30 വർഷ കാലയളവിൽ ജനസംഖ്യാ വിവരശേഖരണം, വിശകലനം, ഉപയോഗം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. വിവിധ ജനസമൂഹങ്ങളുടെ വൈവിധ്യത്തെ കൂടുതൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതിന് ജനസംഖ്യാ കണക്കുകളുടെ പ്രായം, വംശം, ലിംഗഭേദം, മറ്റ് ഘടകങ്ങൾ എന്നിവ പ്രധാനമാണ്. ഗ്രാമപ്രദേശങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നു. 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 66% നഗരങ്ങളിലായിരിക്കും. നഗരങ്ങളിലെ സാമ്പത്തിക വികസനം, തൊഴിൽ, വരുമാന വിതരണം, ദാരിദ്ര്യം, സാമൂഹിക സംരക്ഷണം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, ശുചിത്വം, വെള്ളം, ഭക്ഷണം, ഊർജം എന്നിവ സാർവത്രികമായി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. വ്യക്തികളുടെ ആവശ്യങ്ങൾ കൂടുതൽ സുസ്ഥിരമായി അഭിസംബോധന ചെയ്യാൻ ഈ ഗ്രഹത്തിൽ എത്ര ആളുകൾ ജീവിക്കുന്നു, അവർ എവിടെയാണ്, അവർക്ക് എത്ര വയസ്സുണ്ട്, എത്ര ആളുകൾ അവരുടെ പിന്നാലെ വരും എന്ന് നയരൂപകർത്താക്കൾ മനസ്സിലാക്കണം.